ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്കൊരു A-line കുർത്തി ചെയ്യാം. അപ്പോൾ വളരെ പെട്ടെന്ന് വളരെ സിമ്പിളായി തന്നെ നമുക്കിത് ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ നൈറ്റി ബിറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് 3 മീറ്റർ ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഈ മെറ്റീരിയലിനെ നീളത്തിൽ 2ആക്കി ഫോൾഡ് ചെയ്തെടുത്തു. ഇനി ഒന്നുകൂടി വീതി ഭാഗത്തേക്ക് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 4ആക്കിയാണ് ഫോൾഡ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും നമുക്ക് ഒരുമിച്ച് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വേണ്ട ലെങ്ത് സീം അലവൻസ് കൂടി കൂട്ടി നമുക്ക് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 45 ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഫോൾഡഡ് ആയിട്ടുള്ള സൈഡിൽ നിന്നാണ് നമ്മുടെ ബോഡി മെഷർമെൻറ്റ്സ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ ടോട്ടൽ ഷോൾഡറിൻ്റെ ഹാഫ് 7 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഫോൾഡഡ് സൈഡിൽ നിന്നാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ആം ഹോളിന് വേണ്ടി ഷോൾഡറിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യണം. ഇപ്പോൾ ഈ 7 ഇഞ്ച് തന്നെ താഴേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ചെസ്റ്റ് മെഷർമെൻ്റ് ആണ് കൊടുക്കേണ്ടത്. ഇവിടെ 40 ഇഞ്ചാണ് ടോട്ടൽ ചെസ്റ്റ് മെഷർമെൻറ്റ്. അപ്പോൾ 4ആക്കിയാണ് ഫോൾഡ് ചെയ്തിട്ടുള്ളത്. 4 ഭാഗം 10 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഷോൾഡറിൻ്റെ ഹാഫ് മാർക്ക് ചെയ്ത ശേഷം ചെസ്റ്റ് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ആം ഹോള് കർവ് ചെയ്ത് കൊടുക്കാം. ഇനി മുകളിൽ നിന്നും, അതായത് ഷോൾഡറിൽ നിന്നും താഴേക്ക് ഷേപ്പ് ലെങ്ത് മാർക്ക് ചെയ്യാം. എനിക്കിവിടെ 14 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന വിഡ്ത്ത്, ഇവിടെ വണ്ണം വരുന്നത് 9.5 ഇഞ്ചാണ്. കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ A-line ആണ് ചെയ്യുന്നത്. എങ്കിലും നമുക്ക് ഈ സൈഡ് സ്ലിറ്റ് വരുന്ന പോർഷൻ ഉണ്ടല്ലോ, അവിടെ ഒന്ന് ഒതുങ്ങി നിൽക്കാൻ വേണ്ടി അവിടെ ഒരു വണ്ണം കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ സ്ലിറ്റ് ചുരിദാറിന് എവിടെയാണോ മാർക്ക് ചെയ്യേണ്ടത് അവിടെയാണ് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ എനിക്കിവിടെ 21 ഇഞ്ച് ഷോൾഡറിൽ നിന്നും ഞാൻ താഴേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ എടുക്കുന്ന വണ്ണം 10 ഇഞ്ചാണ്. ലൂസോട് കൂടിയിട്ടുള്ള വണ്ണമാണ് 10 ഇഞ്ച്. 1.5 ഇഞ്ചാണ് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൂടി ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടം ഭാഗത്ത് 16 ഇഞ്ചാണ് വിഡ്ത്ത് കിട്ടുന്നത്. അപ്പോൾ അത് മുഴുവനായി നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ഈ പോയിന്റ്സ് ജോയിൻ ചെയ്യാം. ഇപ്പോൾ 2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1.5 ഇഞ്ചോളം മുകളിലേക്ക് മാർക്ക് ചെയ്ത് നമുക്ക് ഈ പോർഷൻ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കണം. താഴെ 2 സൈഡും തൂങ്ങി ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അര ഇഞ്ച് ഉള്ളിലേക്ക് മാറ്റി ഫ്രണ്ട് ആം ഹോൾ കർവ് കൂടി മാർക്ക് ചെയ്യാം. ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവാണ്. ഇവിടെ ഹാഫ് സ്ലീവാണ് എടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള തുണിയിൽ നിന്നും ഹാഫ് സ്ലീവ് കട്ട് ചെയ്യാം. ഇപ്പോൾ 3/4 സ്ലീവിനുള്ള മെറ്റീരിയലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 3/4 വേണമെങ്കിൽ അത് കട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സ്ലീവിന് വേണ്ടി 2 സ്ലീവും ഒരുമിച്ചാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫോൾഡഡ് സൈഡിൽ നിന്നും സ്ലീവിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യാം. അപ്പോൾ 10 ഇഞ്ചാണ് ഞാനിവിടെ സ്ലീവിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത്. 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 11.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് താഴേക്ക് ക്യാപ്പ് ഹൈറ്റ് മാർക്ക് ചെയ്യാം. ഹാഫ് സ്ലീവാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 3 ഇഞ്ചാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ അത് മാർക്ക് ചെയ്തെടുത്തു. ഇനി സ്ലീവിൻ്റെ ഇറക്കം എടുക്കുന്നത്, സ്ലീവിൻ്റെ ഇറക്കം 7 ഇഞ്ച് എടുക്കുന്നുണ്ട്. സീം അലവൻസ് കൂടി കൂട്ടിയിട്ടാണിത്. അപ്പോൾ ഇവിടെ വരുന്ന വിഡ്ത്ത് 6.5 ഇഞ്ച് പ്ലസ് 1.5 ഇഞ്ച് സീം അലവൻസും കൂടി എടുക്കുന്നുണ്ട്.
അപ്പോൾ അതുകൂടി മാർക്ക് ചെയ്യാം. ഇനി മുകളിൽ നമുക്ക് സ്ലീവിൻ്റെ ഷേപ്പ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് സ്ലീവ് 1/2 ഇഞ്ച് ഉള്ളിലേക്ക് കുഴിച്ചെടുക്കുന്നുണ്ട്, അതുകൂടി മാർക്ക് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട് സ്ലീവ് ഇത് ഓപ്പൺ ചെയ്ത് വെച്ച ശേഷം മാത്രമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്ലീവ് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്ലീവിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോയുടെ 1-2 ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പെർഫെക്റ്റായും സ്ലീവ് കട്ട് ചെയ്ത് കിട്ടാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസ് കൂടെ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നെക്ക് ഞാൻ ക്യാൻവാസിലാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നെക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സെയിം വീഡിയോയാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഷോൾഡറാണ് ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ 2 ഷോൾഡറും നമുക്ക് ജോയിൻ ചെയ്യാം. രണ്ടിൻ്റെയും റൈറ്റ് സൈഡ് തമ്മിൽ ചേർത്ത് വെച്ച് ഷോൾഡർ നമുക്ക് ജോയിൻ ചെയ്യാം. ഇപ്പോൾ 2 ഷോൾഡറും ജോയിൻ ചെയ്തെടുത്തു. ഇനി സ്ലീവാണ്. സ്ലീവിൻ്റെ താഴെ ഭാഗം ഡബിൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്ലീവ് ഇതിലേക്ക് ജോയിൻ ചെയ്യണം. ഇപ്പോൾ 2 സ്ലീവ് ഞാൻ ജോയിൻ ചെയ്തെടുത്തു. ഇനി നമുക്കിതിൻ്റെ ബോഡി ക്ലോസ് ചെയ്താൽ മതി. നമ്മൾ 1.5 ഇഞ്ചാണ് സീം അലവൻസ് കൊടുത്തിരുന്നത്. അപ്പോൾ ഈ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് കണ്ടോ, ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴെ ബോട്ടം ഡബിൾ ഫോൾഡ് കൂടി ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഫ്രണ്ട്സ്. താങ്ക് യു.